അതായതേ കയ്യിൽ നിന്ന് പോയിന്ന് ലക്ഷ്മിക്ക് മനസ്സിലായിട്ടുണ്ടേ. ഇന്ന് രാവിലെ ലൈവിലിരുന്ന് പറഞ്ഞെന്ന് കേട്ടത് എന്ത് വേണേലും ഞാൻ നേരിടാൻ തയ്യാറാണ്, ഇപ്പോൾ പബ്ലിക്കായിട്ട് അങ്ങനെ പറഞ്ഞത് തെറ്റായി എന്ന് വേണമെങ്കിൽ പറയാം എന്നൊക്കെ ഉള്ള മട്ടിലായിരുന്നേ. ഇപ്പം ലൈവിൽ ലക്ഷ്മി അക്ബറിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കൊണ്ട് ലക്ഷ്മിക്ക് ഒരു ഇതുണ്ട്, വേണമെങ്കിൽ ചിലപ്പോൾ എവിക്ഷൻ വരെ സംഭവിക്കാം, ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്, എല്ലാവരെയും കൂടെ വിളിച്ചിരുത്തിയിട്ട് പറയാനൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇതിപ്പോൾ 2 ദിവസമായില്ലേ ഈ കാര്യങ്ങൾ നടന്നിട്ട്. ഈ 2 ദിവസവും ഇന്നലത്തെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഒണിയിൽ ഈ കാര്യം അവിടെ പറഞ്ഞതാണ്. അപ്പം ലക്ഷ്മിക്ക് സോറി പറയായിരുന്നല്ലോ. അതിനുശേഷം എന്തൊക്കെ ടാസ്കുകൾ അവിടെ നടന്നു, എല്ലാവരും കൂടെ ലിവിങ് റൂമിൽ എത്ര തവണ വന്നിരുന്നു, അപ്പോഴൊന്നും എന്തുകൊണ്ട് ലക്ഷ്മി സോറി പറഞ്ഞില്ല? ലൈവിൽ ഇരുന്നിട്ട് റെനേൻ്റെ അടുത്ത് പറയാണ്, ഇന്നലെ ജയിൽ നോമിനേഷൻ കഴിയുന്നത് വരെ ഇത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തെറ്റാണ് എന്നുള്ളത് മനസ്സിലാവുന്നത് പോലും. അങ്ങനെയൊന്നുമല്ല, ഒണിയിൽ ഇത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് എന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. കാരണം ഒണിയിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ. കൺഫെഷൻ റൂമിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ഇപ്പോൾ ജയിൽ നോമിനേഷൻ്റെ സമയത്താണെങ്കിലും ഒക്കെ ലക്ഷ്മിക്കെതിരെ അത്രയും സ്ട്രോങ് ആയിട്ട് ഒണിയിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ കയ്യിൽ നിന്ന് പോയി ലക്ഷ്മിക്ക് പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ ചെറിയൊരു ചാഞ്ചാട്ടം വന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈവിൽ ഇരുന്നിട്ട് ഇങ്ങനെ അക്ബറിൻ്റെ അടുത്തും സാബുമാൻ്റെ അടുത്തും റെനേൻ്റെ അടുത്തും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നാളെ എന്താവും എന്നുള്ളത് എനിക്ക് ഇപ്പോഴേ അറിയാം, വേണമെങ്കിൽ എവിക്ഷൻ വരെ സംഭവിക്കാം, എന്താ സംഭവിക്കാൻ പോണെന്ന് ഇപ്പോഴേ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ലാലേട്ടൻ ദേഷ്യപ്പെടും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ അക്ബർ പറയുന്നുണ്ട് ലക്ഷ്മി ഒരു പുരുഷ വിരോധിയാണോ എന്ന്. അപ്പോൾ ലക്ഷ്മി പറയാണ്, ഞാൻ അങ്ങനെ പുരുഷ വിരോധിയൊന്നുമല്ല, പക്ഷെ ആദിലേൻ്റെയും നൂറേൻ്റെയും റിലേഷൻഷിപ്പിന് എഗെയിൻസ്റ്റ് ആണ് എന്ന് ലക്ഷ്മി ഓപ്പൺ ആയിട്ട് തന്നെ അവിടെ പറയുന്നുണ്ട്.